Students, welcome to A Plus Physics. മറ്റൊരു ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ റിവിഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള റിവിഷനുകൾ എക്സാമിന് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻ 100% ചോദിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ചോദിക്കുന്ന പാഠഭാഗങ്ങളിലെ ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു, സെക്കൻഡ് ചാപ്റ്റർ ഓൾറെഡി 2 പാർട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതാരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ അത് നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കണം. അതുപോലെ തന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് യഥാക്രമം നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് ഒരു കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. പ്രധാനമായ ചേഞ്ച് നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് എഫക്റ്റ് ആണ്. കാന്തിക ബലവും കാന്തിക മണ്ഡലവും ക്രിയേറ്റ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെടുന്നതാണ് ഒരു കണ്ടക്ടറിലൂടെ, ഒരു ചാലകത്തിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന പ്രധാനപ്പെട്ട ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഒരു കണ്ടക്ടർ ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് എന്താക്കും, കമ്പി ചുരുളുകൾ ഹെലിക്സ് ഷേപ്പിലേക്ക്, സർപ്പിൾ ആകൃതിയിലേക്ക് നമ്മൾ എന്തിനെ മാറ്റുന്നു, കണ്ടക്ടറിനെ മാറ്റുന്നു. അതുപോലെ തന്നെ പച്ചിരുമ്പ് കോറ് അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ കോറ് നമ്മൾ ഈ സോളിനോയിഡിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഈ കമ്പിച്ചുരുളുകളുടെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കും. അപ്പം നമ്മളുടെ സ്ട്രെങ്ത് കൂടുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ്. ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് മറ്റൊരു കാര്യമാണ്, അതായത് ഫോഴ്സ്. എങ്ങനെ നമുക്ക് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അതിലൂടെ ഒരു ഒബ്ജക്റ്റിനെ എങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു കാര്യത്തിൽ നിന്നുമാണ് നമ്മുടെ പല ഇലക്ട്രോണിക് ഡിവൈസുകളുടെയും വർക്കിംഗ് അല്ലെങ്കിൽ പ്രവർത്തന തത്വത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പം നമുക്ക് ആ ഒരു സംഗതിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം അതൊരു ചെറിയ എക്സ്പെരിമെൻറ്റിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ ഇമാജിൻ ദാറ്റ് എ കണ്ടക്ടർ ഈസ് കെപ്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കണ്ടക്ടർ, കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ വൈദ്യുതി ഉള്ള അല്ലെങ്കിൽ ബാറ്ററി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചാലകത്തിനെ നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അപ്പോൾ അതിന് നമുക്ക് ആദ്യം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യും ഒരു ഹോഴ്സ് ഷൂ മാഗ്നറ്റ്. ഒരു ഹോഴ്സ് ഷൂ മാഗ്നറ്റ്, ഇതാണ് നമ്മുടെ ഹോഴ്സ് ഷൂ മാഗ്നറ്റ്. ഹോഴ്സ് ഷൂ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഹോഴ്സിൻ്റെ ഷൂ പോലെ, അതായത് കുതിരയുടെ ലാടം പോലെയുള്ള ഒരു ഷേപ്പ്, കാലിൻ്റെ അടിഭാഗത്ത് നമ്മൾ അടിക്കുന്നതാണ് ലാടൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് ഹോഴ്സ് ഷൂ. അത് ഷൂ പോലെയാണ്. അപ്പം അതിൻ്റെ അതേ ഷേപ്പുള്ള ഒരു മാഗ്നറ്റ് എടുക്കുന്നു. ദിസ് ഇസ് അവർ നോർത്ത് പോൾ ആൻഡ് ദിസ് ഇസ് അവർ സൗത്ത് പോൾ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു കണ്ടക്ടർ എടുക്കുക. ഒരു കണ്ടക്ടർ AB എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ നമ്മൾ എടുക്കുന്നു. ഈ കണ്ടക്ടർ ഫ്രീ ടു മൂവ് ആണ്. അതായത് ഇത് ഒരു സ്റ്റാൻഡിൽ ഇവിടെ സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വളരെ ഫ്രീ ആയിട്ട് ഇതിന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊരു സ്റ്റാൻഡിൽ, നമ്മുടെ സിമ്പിൾ പെൻഡുലം പോലെയുള്ള ഒരു സ്റ്റാൻഡിൻ്റെ മുകളിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡിലാണ് ഈ സാധനം വളരെ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്, നമ്മളെ കണ്ടക്ടർ വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഈ കണ്ടക്ടർ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണോ? കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആവണമെങ്കിൽ എന്ത് വേണം, ഒരു ചാർജ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഈ 2 എൻഡുകളെയും ബന്ധിപ്പിച്ച് കൊണ്ടിട്ട് വരയ്ക്കുന്നു, ഒരു സർക്യൂട്ട് വരയ്ക്കും. അതായത് ഒരു ബാറ്ററി കണക്ട് ചെയ്യുന്നു. അപ്പോൾ എന്തായി, ഇപ്പം ഈ ബാറ്ററിയിലൂടെ ഇതിലേക്ക് ചാർജ് എത്തും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ വോൾട്ടേജ്, ഇത് നമ്മുടെ കീ. അപ്പോൾ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ AB എന്ന് പറയുന്ന ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്നു. ഓക്കെ, ഇനി എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഇതാണ് നമ്മുടെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ AB കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് ഈ ഡയറക്ഷനിൽ. അപ്പം ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് അവിടെ സംഭവിക്കുക,
magnetic field will produce, right? അപ്പോൾ ഇവിടെ ഒരു magnetic field produce ചെയ്യും according to Oersted experiment. അപ്പോൾ Oersted പറഞ്ഞ പ്രകാരം എന്താണ് ഒരു മാഗ്നറ്റിക് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ടോ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും, റൈറ്റ്? യെസ്. ഇനി അടുത്തത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഇതൊരു പെർമനന്റ് മാഗ്നറ്റ് ആണ്. ഇതെന്താണ്? ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ്. ഇലക്ട്രിസിറ്റിയിൽ നിന്നും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റ്. ഇലക്ട്രോ മാഗ്നറ്റ്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, അപ്പം ഇതാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റ്. ഈ ഇലക്ട്രോ മാഗ്നറ്റ് ഒരു പെർമനന്റ് മാഗ്നറ്റിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്നത്. ദിസ് ഈസ് എ പെർമനന്റ് മാഗ്നറ്റ്. ഹോഴ്സ്ഷൂ മാഗ്നറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബാർ മാഗ്നറ്റ് പോലെ റിംഗ് മാഗ്നറ്റ് പോലെ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ഓക്കെ, അതിന് മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ട്, മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. അപ്പം അതൊരു ബാർ മാഗ്നറ്റ് പോലെ തന്നെ ഒരു പെർമനന്റ് മാഗ്നറ്റ് ആണ്. അതെപ്പോഴും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഏത്? നമ്മുടെ ഹോഴ്സ്ഷൂ മാഗ്നറ്റ്. അപ്പം ഈ ഹോഴ്സ്ഷൂ മാഗ്നറ്റ് നോർത്തിൽ നിന്നും സൗത്തിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ഉള്ള മാഗ്നറ്റിക് ഫീൽഡുള്ള അല്ലെങ്കിൽ കാന്തിക മണ്ഡലത്തിലേക്കാണ് നമ്മൾ മറ്റൊരു ചാലകത്തെ, കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു ചാലകത്തെ കൊണ്ടുവയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ഓൾറെഡി ഇതിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് ബിക്കോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റ് ആൻഡ് ദർ ഇസ് എ പെർമനന്റ് മാഗ്നറ്റ് ബിക്കോസ് ഓഫ് ദിസ് ഹോഴ്സ്ഷൂ മാഗ്നറ്റ്. ഈ രണ്ട് മാഗ്നറ്റിക് ഫോഴ്സും കൂടെ എന്ത് സംഭവിക്കും? ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ഇൻട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. ഇതിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതിന് സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡും, അതായത് ഒന്ന് ഇലക്ട്രോ മാഗ്നറ്റ് കൊണ്ടുള്ളതും മറ്റേത് പെർമനന്റ് മാഗ്നറ്റും, ഈ രണ്ട് മാഗ്നറ്റിക് എഫക്റ്റും കൂടെ ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇങ്ങനെ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നമ്മൾ രണ്ട് ബാർ മാഗ്നറ്റ് എടുത്ത് അത് ഇൻട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നോർത്തും സൗത്തും കൂടെ കൊണ്ടുവന്നാൽ അത് അട്രാക്ട് ചെയ്യും. Force will be developed and it will attract. ഇനി നോർത്തും ആണെങ്കിലോ that will repel. അപ്പം അവിടെ എന്താ സംഭവിക്കുന്നത്? ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ either attractive or repulsive force. മാഗ്നറ്റിക് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ either attractive or repulsive force. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? either attractive or repulsive force will be there. ഈ attractive or repulsive force എന്ത് സംഭവിക്കും? Either it will move in this direction and it will come to this direction or just opposite. കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറ്റിയാൽ നേരെ വീണ്ടും തിരിച്ച്. അപ്പം അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? യെസ്, എ ഫോഴ്സ് വിൽ ബി ക്രിയേറ്റഡ്. സോ ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഫോർ ദിസ് സെഷൻ, ദാറ്റ് എ ഫോഴ്സ് ഇസ് ഡെവലപ്ഡ് ഇൻ എ കണ്ടക്ടർ when you kept that current carrying conductor in a magnetic field. അതായത് ഒരു ബലം അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നു. എങ്ങനെ? എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ആ കണ്ടക്ടർ, ആ ചാലകത്തെ മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡിൽ, അതായത് കാന്തിക മണ്ഡലത്തിലേക്ക് വെക്കുമ്പോൾ. അപ്പം ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വെച്ചപ്പോൾ, പെർമനന്റ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വെച്ചപ്പോൾ, ഈ രണ്ട് മാഗ്നറ്റിക് ഫോഴ്സ് കൊണ്ടും അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഇൻട്രാക്ഷൻ കാരണം അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്? ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഫോഴ്സ് ആണ് ഇനി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ഒരു മെക്കാനിക്കൽ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ഒരു വസ്തുവിനെ ചലിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ ഒരു പെർമനന്റ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കൊണ്ടുവന്നാൽ മതി. റൈറ്റ്? അപ്പോൾ ഈ ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്ന് പെർമനന്റ് മാഗ്നറ്റ് ആണ്, അതിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. രണ്ടാമത്തേത് കറണ്ട് കൊടുക്കുന്നത് കൊണ്ട് ഇലക്ട്രോ മാഗ്നറ്റ് ആണ്, അതിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡും കൂടി ഇൻട്രാക്ട് ചെയ്യുന്നു. ഇൻട്രാക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് either attractive or repulsive ഫോഴ്സ് ആണ്. ആ ഫോഴ്സ് നമുക്ക് എന്തിനു ഉപയോഗിക്കാം? ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യമാണ് ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ഇലക്ട്രോണിക് ഡിവൈസുകളും, അല്ലെങ്കിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ ഒക്കെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇനി ഇതിൻ്റെ ഡയറക്ഷൻ കാണുക. ഇപ്പം നമുക്ക് മൂന്ന് സംഗതികൾ ഇവിടെ ഉണ്ട്. ഒന്നെന്താണ്? നമ്മൾ പറഞ്ഞു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത്തെ എന്താണ്? നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് ഇവിടെ, മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പം ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. പിന്നെ നമുക്ക് എന്ത് ഇവിടെ ഉണ്ട്? ഒരു ഇലക്ട്രിക് കറണ്ട് ഉണ്ട്. അപ്പം ഇലക്ട്രിക് കറണ്ട് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഫോഴ്സും ഉണ്ട്. മൂന്നും എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇത് മൂന്നും വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ഷൻ ഉള്ളതായതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഡയറക്ഷനെ കാണാൻ വേണ്ടി പറ്റും? അതായത് ഇവിടെ നമ്മളൊരു കണ്ടക്ടറിൽ എടുത്തിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചപ്പോൾ ഫോഴ്സ് ഉണ്ടായെന്ന് നമ്മൾ പറഞ്ഞു. ആ ഫോഴ്സ് ഉണ്ടായതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? അതിനാണ് നമ്മുടെ ഫ്ലെമിങ്സ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് എന്ത് കൊണ്ടുവന്നത്? ലെഫ്റ്റ് ഹാൻഡ് റൂൾ കൊണ്ടുവന്നത്. എന്തായിരുന്നു നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്? ഡയറക്ഷൻ, കറണ്ട്
ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് ആ വീഡിയോ ഒന്ന് പോയി കാണാം. ഇനി ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അനദർ റൂൾ വിച്ച് വിൽ ഗിവ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു റൂളാണ്. ആ റൂളിൻ്റെ പേരാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇത് മൈ ലെഫ്റ്റ് ഹാൻഡ് നോട്ട് റൈറ്റ് ഹാൻഡ്. യു വിൽ ഫീൽ ലൈക്ക് റൈറ്റ് ഹാൻഡ് ഇറ്റ് ബിക്കോസ് ഓഫ് this technology which I am using here is light board mirror image ആണ് നിങ്ങൾ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എൻ്റെ റൈറ്റ് ഹാൻഡ് ആയി തോന്നും ബിക്കോസ് മീൻസ് ബട്ട് ഇറ്റ് ഈസ് മൈ ലെഫ്റ്റ് ഹാൻഡ്. അപ്പോൾ എന്താണ് നമ്മളെ ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് നോക്കാം. സ്ട്രെച്ച് യുവർ 3 fingers. ഏതൊക്കെയാണ്? 4 finger, middle finger and thumb. ചൂണ്ടുവിരൽ, നടുവിരൽ, പെരുവിരൽ. അപ്പം 4 finger, middle finger and thumb in such a way that they are 3 are mutually perpendicular. ഇത് മൂന്നും മ്യൂച്വൽ പെർപെൻഡിക്കുലർ ആണ്. ഇനി പറയുന്നത് എങ്ങനെയാണ്? ഹൗ ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഇഫ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് 4 finger ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്ന് വിചാരിക്കാം. മിഡിൽ ഫിംഗറിൻ്റെ ഡയറക്ഷനിൽ കറണ്ട് ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തമ്പായിരിക്കും എന്ത് തരുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് തരുന്നത്, ഫോഴ്സ് തരുന്നത്. ഒന്നും കൂടെ പറയാം. സ്ട്രെച്ച് യുവർ 3 fingers such a way that 4 finger, middle finger and thumb are mutually perpendicular. Then if the direction of magnetic field along the direction of 4 finger, the direction of current along the direction of middle finger, then the thumb will give the direction of ഫോഴ്സ്. ഇതിന് പറയുന്ന പേരാണ് എന്ത്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ലെഫ്റ്റ് ഹാൻഡ് റൂൾ. മറ്റേത് എന്തായിരുന്നു? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണെങ്കിൽ ഇത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്തിനാണ്? ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂളാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. യെസ്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളൊരു കണ്ടക്ടർ ഉണ്ട്, അതൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്നു, ദെൻ ഫോഴ്സ് വിൽ ക്രിയേറ്റ്. ഇത് തന്നെയാണ് നമ്മുടെ എല്ലാ ഇലക്ട്രോണിക് ഡിവൈസിലും വരുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക് മോട്ടോർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു ഗെറ്റ് ദ മെക്കാനിക്കൽ എനർജി. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇസ് ദ സെയിം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫാൻ ഉപയോഗിക്കുന്നത് എന്തിനാണ് ഫാൻ ഉപയോഗിക്കുന്നത്? എഗെയിൻ മെക്കാനിക്കൽ എനർജി ഉണ്ടാക്കാൻ. അവിടെ ഫോഴ്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്താണ് അവിടെ ഉണ്ടാവുക? ഒരു കോയിൽ ഉണ്ടാവും. ആ കോയിൽ എവിടെ ഉണ്ടാവും? ഏതിന് ചുറ്റിനും ഉണ്ടാവും? ഒരു മാഗ്നറ്റിന് ചുറ്റും കുറേ കോയിൽ വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു കോയിലിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇത്തരത്തിൽ മാഗ്നറ്റിക് ഫീൽഡും കോയിലും ഉപയോഗിച്ച് നമുക്ക് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ ഇപ്പം ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് തന്നെയാണ് എന്തിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? ഇലക്ട്രിക് മോട്ടോറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ എന്തായിരിക്കും ഇലക്ട്രിക് മോട്ടോറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? ഒരു ചാലകം വൈദ്യുതി കടത്തിവിടുന്ന അല്ലെങ്കിൽ വൈദ്യുതി കണക്ട് ചെയ്യുന്ന ഫ്ലോ ചെയ്യുന്ന ഒരു ചാലകത്തെ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും? ബലം. അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ kept in a magnetic field, force will develop. അതാണ് എന്ത് എന്ന് പറയുന്നത്? വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രിക് മോട്ടോർ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫാൻ ഒക്കെ. ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇലക്ട്രിക് മോട്ടോറിനെ കുറിച്ചും അതിൻ്റെ ബാക്കിയുള്ള കാര്യം, എങ്ങനെയാണ് ഒരു ഇലക്ട്രിക് മോട്ടോർ വർക്ക് ചെയ്യുന്നത്, ഒരു ഇലക്ട്രിക് മോട്ടോറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.